കേരളത്തിൽ ആവർത്തന വിരസം എന്നേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഈ ലൈവിൽ തന്നെ പലതും ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ജസ്റ്റ് ദോശ എടുത്ത് മറിച്ചിടുന്നു. അടുത്ത ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദർ ഈസ് എനി ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഗോയിൻ ടു ഹാപ്പൻ ഇൻ കേരള. മോർ കമ്മ്യൂണലിസം അതായിരിക്കും വരാൻ പോകുന്നത്. ഞാൻ ഇന്നലെ പയ്യന്നൂർ എന്നപ്പോൾ അവിടെ പയ്യന്നൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ട്രെയിനകത്ത് വെച്ച് ഞാൻ ഒരു ന്യൂസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. 2-3 ദിവസം മുന്നേ നടന്ന ന്യൂസാണ്. അപ്പോൾ അതിനകത്ത് ആങ്കർ പറയുന്നത്, ഒരാൾ വന്നിരുന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട്, മറ്റേ നായർ വോട്ട്, ഈഴവ വോട്ട് അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെയൊന്നും അല്ല വോട്ട് ചെയ്യുന്നത്, ആളുകൾ ഗുണങ്ങളും ദോഷങ്ങളും വികസനവും അതും ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പുള്ളി പറയുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ പറയുന്നത്, നിങ്ങളിവിടെ എങ്ങനെയല്ല ജീവിക്കുന്നത്, നിങ്ങൾ വെറുതെ എന്താണ്, പുള്ളി സ്വയം ഒരു ഗാന്ധിയൻ സോഷ്യലിസ്റ്റോ അതെന്താണെന്ന് എനിക്കറിയില്ല, ഗാന്ധിയും സോഷ്യലിസ്റ്റും. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ ആങ്കർ അവിടെ തിരുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. 1,00,000-ലധികം മുസ്ലിങ്ങളും 80,000-ലധികം ഹിന്ദുക്കളും 4,000-ലധികം ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് BJP സ്ഥാനാർത്ഥി അവിടെ തോക്കും. ഇത് ഒന്നാമതൊരു എക്സിറ്റ് പോൾ അല്ലേ? അത് എവിടെയാണ് ഇങ്ങനെ സാധിക്കുക? എങ്ങനെയാണ് മുസ്ലിം നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക, വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുക, വന്ന് ടിക്ക് ചെയ്തിട്ടുള്ള സമ്മതിദായകരുടെ ലിസ്റ്റ് എടുക്കുക, അതിനകത്ത് പേര് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കുറേ പേര് അപൂർവമായിട്ട് ചില പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ സംശയം. അതുകൂടെ കഴിഞ്ഞാൽ ബാക്കിയല്ല ഏതാണ്ട് 99% വെച്ച് പേര് വെച്ച് ഹിന്ദു ആര്, ക്രിസ്ത്യൻ ആര്, മുസ്ലിം ആരെന്ന് അറിയാൻ പറ്റും. അപ്പോൾ 1,00,000, 80,000, 4,000. അപ്പോൾ വേറെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് BJP-ക്കാർ പോലും പറയുന്നതെന്നാണ് ആങ്കർ പറഞ്ഞത്. എത്ര സത്യമായി? എക്സിറ്റ് പോൾ ഇങ്ങനെ നടത്തിയാൽ പോരെ? ഇങ്ങനെയാണെങ്കിൽ കേരളം എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അത് പ്രധാനമായിട്ട് എല്ലാ മണ്ഡലങ്ങളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഈ ജനാധിപത്യത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന മതാത്മകമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അതൊരു വസ്തുതയാണ്. അതിനെ മാറ്റിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം, ഞാനൊരു 10 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ചൊരു കാര്യമാണ്, പള്ളിയിൽ നിന്നടിച്ച് ബൂത്തിലേക്കും ബൂത്തിൽ നിന്നടിച്ച് പള്ളിയിലേക്കും കയറ്റുന്ന ഒരു ജനതയുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മാത്രമായിരിക്കും വോട്ടുണ്ടാവുക. അതിനെങ്ങനെ ജനാധിപത്യം എന്ന് പറയാൻ കഴിയും? വേറെ എന്താ മെറിറ്റാണ് അവിടെ നോക്കുന്നത്? ഇത് ശരിക്കും പഴയ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പോലെയാണ്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അറിയാം നിങ്ങൾക്ക്. ഓരോ വിഭാഗക്കാർക്കും അവരുടേതായിട്ടുള്ള സീറ്റുകൾ അവരവിടെ വോട്ട് ചെയ്യും. അപ്പം ഇതൊരു കേരളത്തിലെ പൊളിറ്റിക്സ് വളരെ ഡീപ്ലി കമ്മ്യൂണലൈസ്ഡ് ആണ്. നിങ്ങൾ ഇന്ത്യയിലെ വേറെ ഏത് സ്റ്റേറ്റിനേക്കാൾ ഭീകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഐ ഹാവ് നോ പ്രോബ്ലം ടു റിപ്പീറ്റ് ദാറ്റ്. പിന്നെ പുതിയ സർക്കാർ വരികയാണ്. ഞാൻ ഇപ്പോഴും ഒരു സർക്കാർ ജീവനക്കാരനാണ്. അതുകൊണ്ട് ഞാൻ ഇത് പിന്നെ കേരളത്തിലെ രാഷ്ട്രീയം, ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇനി വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൂടെ ഞാൻ നിരത്തി അങ്ങ് പറഞ്ഞേക്കാം. കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് ആക്ച്വലി ബംഗാൾ മോഡലാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുന്ന CPIM, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി. അപ്പോൾ ആ പാർട്ടി ഈ വരുന്ന 5 വർഷം എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് $1 million ക്വസ്റ്റ്യൻ. കാരണം ഈ അധികാരവും അതേപോലെ അനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഈ കേഡർ ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ വെച്ചാണെങ്കിൽ വയലൻസ് ആണ് ആ പാർട്ടിയുടെ പ്രധാന ടൂൾ എന്നുള്ളത്. ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും അങ്ങനെ തന്നെ. മറ്റുള്ളവരോടും പാർട്ടിയിൽ നിന്നുള്ളവരോടും പിരിഞ്ഞു പോകുന്നവരോടും എല്ലാം ബേസിക്കലി ദേ ഡിപ്പെൻഡ് ഓൺ വയലൻസ്. പലതരത്തിലുള്ള വയലൻസാണ്. അതിൽ ബർബലായിരിക്കാം, ചിലപ്പോൾ മുദ്രാവാക്യമായിരിക്കാം, ചിലപ്പോൾ കരിയോയിലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കാം. വയലൻസ് ആണ്, അതിനകത്ത് സംശയമില്ല. അത് ഏത് വിപ്ലവ കക്ഷിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ വയലൻസ് ആയിരിക്കും. കാര്യം അവർ ജനാധിപത്യത്തിൽ വരുന്നത് തന്നെ പുല്ല് തിന്നുന്നത് പോലെയാണ്. പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല.
പിന്നെ ഇവിടുത്തെ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും അങ്ങനെ ഒരു പക്കാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലാത്തത് കൊണ്ട്, ഒരുപാട് മെലിഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേരിൽ മാത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും സംഘടനാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ വയലൻസ് വെച്ച്, വയലൻസ് പിന്നെ മണി പവർ, ഇതൊക്കെ പണ്ടേ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വയലൻസ് ആൻഡ് മണി പവർ ഒരു പാർട്ടിയെ നിലനിർത്തുന്നത് തന്നെ. അപ്പം അത് 5 വർഷം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളത് CPM-നെ കുറിച്ച് അവരുടെ ഏറ്റവും വലിയ ചോദ്യം അത് തന്നെയാണ്. കേരളത്തിൽ ഇത്രയും അധികം കേഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ഇനി കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കേഡർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അംഗങ്ങൾക്ക് സ്വയം നിർണയ അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇവിടെ പലരും കേഡർ ബേസ്ഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സാധനമായിട്ടാണ് പറയുന്നത്. അല്ല, നേരെ തിരിച്ചാണ്. ഏറ്റവും കുറച്ച് സ്വാതന്ത്ര്യവും സ്വയം നിർണയ അവകാശവും ഉള്ള അണികൾ എന്നാണ് എൻ്റെ അർത്ഥം. അത് ഏറെക്കുറെ ശരിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിലായിരിക്കുക, ആ കൂട്ടത്തിന് എത്രമാത്രം സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത്, എത്ര ഔൺസ് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം പാർട്ടികൾ വളരെ കുറവാണ്. അത് CPI-യിലേക്ക് വരുമ്പം അത് ഒരുപാട് ലൂസാവും. അതൊക്കെ ഇങ്ങനെ എന്നാലും ഈ സംഘടനാ സെറ്റപ്പ് അവർ നിലനിർത്തുന്നു. അപ്പം ഇത് എത്രയോ 33-34 സീറ്റും കണ്ടാണ് ഞാൻ അവസാനം കണ്ടത്. അതൊരു വിഷയമല്ല. അത് UDF-ന് ഇപ്പോൾ 104 103 കണ്ടു. അതും വലിയ കാര്യമൊന്നുമില്ല. UDF ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വലിയ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലോ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലോ കഴിവിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല UDF ജയിച്ചിട്ടുള്ളത്. എനിബഡി ഇൻ ദ പ്ലേസ് ഓഫ് UDF വുഡ് ഗെറ്റ് എന്നേ പറയാൻ കഴിയും. അല്ലാതെ യാതൊരു പ്രത്യേകതയൊന്നുമില്ല. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ആളുകൾ 2 ഭാഗത്തുമുണ്ട്, 2 അല്ല 3 ഭാഗത്തുമുണ്ട്. അതിനകത്ത് കാര്യമില്ല. പക്ഷേ ബേസിക്കലി ഇതൊരു നിഷേധ വോട്ടാണ്, ഒരു നിരാകരണ വോട്ടാണ്, ഒരു റിജക്ഷൻ വോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ വരാറുണ്ട്. ഈ സാധാരണ ഇതിൽ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ ജയിച്ചപ്പോൾ തന്നെ പൊതുവിൽ പറഞ്ഞിരുന്നൊരു കാര്യം, അടുപ്പിച്ച് ഭരണം കിട്ടുന്നതാണ് ഇടതുമുന്നണിയുടെ തോൽവിയല്ല, അവരുടെ ഡിസിൻറ്റഗ്രേഷന് കാരണമാകുന്നത്. അത് ബംഗാൾ ഉദാഹരണം, ത്രിപുര ഉദാഹരണം വെച്ചൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. ബംഗാളും ത്രിപുരയും പോലും അല്ല കേരള, പക്ഷെ ബംഗാളും കേരളവുമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട്, പൂർണ്ണമായിട്ടും ഇല്ല. കാരണം ബംഗാളിലുള്ളതിനേക്കാൾ കൂടുതൽ നോൺ ഹിന്ദു വോട്ട്സ് കേരളത്തിലുണ്ട്. സോ ബംഗാളുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല, ത്രിപുരയുമായിട്ട് കമ്പയർ ചെയ്യാനില്ല. ത്രിപുരയും ഒരു ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമാണ്, ആസാമും ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമാണ്. കേരളം ആണോ എന്ന് തന്നെ എനിക്കറിയില്ല. അപ്പം ഇത് ഇങ്ങനെ കമ്മ്യൂണലായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ദ ബിഗ്ഗസ്റ്റ് ഹിന്ദു പാർട്ടി എന്ന ആ ഒരു ലേബല് CPM നിലനിർത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിർത്തിയില്ല എന്നുണ്ട്. അല്ലാതെ അവരുടെ ഐഡിയോളജി ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അവർ വോട്ട് ചെയ്യത്തില്ല, അല്ല ആരും അവർക്ക് വോട്ട് ചെയ്യില്ല. കാരണം അതെല്ലാം വളരെ ഫേക്ക് സാധനമാണ്. സോഷ്യലിസം, കമ്മ്യൂണിസം, ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം, ഇതൊക്കെ വെറും പ്രാചീനമായ സാധനങ്ങളാണ്. അതൊരു 10 പൈസ വിറ്റ് പോകാത്ത സാധനങ്ങളാണ്, ജനദ്രോഹമാണ്. അത് ഹെയ്റ്റ് മാത്രം ജനിപ്പിക്കുന്ന വളരെ സംഘർഷപൂരിതമായിട്ടുള്ള ഒരു വയലൻറ്റ് സാധനമാണ്. പക്ഷെ അങ്ങനെ അല്ല ഇവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ദിസ് 5 years upcoming 5 years is very very important for left front. പ്രധാനമായിട്ടും അവരുടെ എന്താ പറയുന്നത്, തണലുള്ളപ്പോൾ അല്ലെങ്കിൽ സമ്പത്തുള്ളപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. അവർ അവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും വേണം. ചിലർ അവിടെ എന്ത് വന്നാലും അടിച്ചു വിട്ടാലും പോകാത്തവരുണ്ടാവും. എല്ലാ പല സ്പെക്ട്രം, ഒരു സ്പെക്ട്രം പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല അടരുകൾ കാണും. ചിലർ ഇനിയിപ്പം എന്താ പറയുക, തല്ലിക്കൊന്നാലും DNA പാർട്ടി ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല മഹാഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ. അവർക്ക് എന്തെങ്കിലും കിട്ടണം, അതൊരു സംരക്ഷണമായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്വാധീനമായിരിക്കണം, അല്ലെങ്കിൽ പണമായിരിക്കണം, അല്ലെങ്കിൽ സ്ഥാനമായിരിക്കണം, എന്തെങ്കിലും വേണം. ആളുകൾ അങ്ങനെ തന്നെയാണ്. അതാണ് ഒരു ഹ്യൂമൻ, അങ്ങനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ പാർട്ടികളൊക്കെ പ്രകടനം നടത്തുന്നതും സമ്മേളനം നടത്തുന്നതും ഒക്കെ ഈ നീഡ്സ് എങ്ങനെ നിറവേറ്റാവുന്ന അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അത് നിറവേറ്റി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൊടുക്കേണ്ടവന് കൊടുത്തും ഒക്കെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഉള്ള നെക്സ്റ്റ് 5 years ആണ് പ്രധാനം. അപ്പോൾ ചോദിക്കും, ഇതിനു മുന്നേ ഇടതുമുന്നണി ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്, നിരന്തരമായി വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ സ്ഥിതി അല്പം വ്യത്യാസമാണ്.
ബിക്കോസ് അവരുടെ റാങ്ക് ആൻഡ് ഫയലിൽ ക്രാക്സ് വരുന്നുണ്ട്. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏത് എന്നുള്ളത് സംബന്ധിച്ച് CPM-ഉം BJP-യുമായി നല്ല രീതിയിലുള്ള ഒരു സംഘർഷം, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കേരളത്തിലൊരു CPM-കാരന് BJP ആകുക എന്ന് പറയുന്നത് പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായി ചെയ്യാതെ, പൂ പറിക്കുന്നത് കാര്യം. ബിക്കോസ് ദർ ഇസ് നോ ഡിഫറൻസ്. an average CPM, average BJP, there is no difference. Zero, big zero. അപ്പോൾ ട്രാൻസ്മിറ്റേഷൻ വളരെ എളുപ്പമാണ്. ഇവിടെ പല ആളുകളും ഈ എന്താണ് പറയുന്നത്, ഭയങ്കര തത്വശാസ്ത്രം പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ അടുത്തിടെ എന്താണ് പേര് ഞാൻ വിട്ടുപോയി, ഒരു ക്രിസ്ത്യൻ ലീഡറാണ്, CPM-ൻ്റെ ഒരു ക്രിസ്ത്യൻ ലീഡറാണ്. ക്രിസ്ത്യൻ പേരെന്താണ് ഞാൻ വിട്ടുപോയി എന്തായാലും. പുള്ളി സ്ഥിരമായി ഇങ്ങനെ എന്താണ് CPM-ന് വേണ്ടി ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ട് പുള്ളി വന്ന് ഘോരം പ്രസംഗിക്കും, മറ്റേത് അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ പുള്ളി ഒരിക്കലും ഒന്നല്ല, ഒരുപാട് ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിരിക്കും. പല എനിക്കായിട്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തന്നു, ഇന്നാരിങ്ങനെ ഇട്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്താണ് എന്നെയും എസൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് അപഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചും കൊണ്ട് പുള്ളി ഇട്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് BJP-ക്ക് അനുകൂലമായുള്ള പ്രവർത്തനങ്ങളാണ്, സംഘപരിവാറിന് അനുകൂലമായ പ്രവർത്തനങ്ങളാണ് എന്നൊക്കെയാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, പുള്ളി അങ്ങനെ എഴുതുന്നു. ഇത് സ്ഥിരം ഈ കമ്മ്യൂണിസ്റ്റ് സോക്കോൾഡ് ബുദ്ധിജീവികളുടെ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. 3-4 പോസ്റ്റെങ്കിലും എൻ്റെ കയ്യിൽ പലരും അയച്ചു തന്നു. ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോൾ കാണാം, ഇതേ ആള് ഈ KG മാരാർ ഭവൻ അല്ലേ, അവിടെ ചെന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ നിന്ന് ഷാള് വാങ്ങിച്ച് BJP ചെയ്തു. ഞാൻ ചോദിച്ചു, ഇത് ഇയാളെന്ന്. ഞാൻ പിന്നെ ഒന്നുകൂടെ തപ്പി നോക്കി, ഇതേ ആൾ തന്നെ അല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര ഉള്ളൊരു കൂടിയ വിപ്ലവം, കുറഞ്ഞതിൻ്റെ കാര്യം കഴിഞ്ഞാൽ ദർ ഇസ് നോട്ട്. കൂടിയതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് പോകാൻ എളുപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതാണ് കേരളത്തിലെ ഇലക്ഷൻ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തായാലും ദോശ ഒന്ന് ഇട്ടത് നന്നായി, കുറേ കരിഞ്ഞു തുടങ്ങിയിരുന്നു. സാധാരണ നമ്മൾ കേരളത്തിൽ ദോശ പെട്ടെന്ന് സമയത്ത് നോക്കി എടുത്ത് തിരിച്ചിടുന്നതാണ്, അപ്പോൾ കരിയാറില്ല, വലിയ തോതിൽ കരിയാറില്ല. ഇപ്പോൾ ഇച്ചിരി കരിഞ്ഞു പോയി, അപ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം പ്രധാനമായിട്ടും ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് വളരെ വിചിത്രമെന്നാണ് തോന്നുന്നത്. ലൈക്ക് കമ്മ്യൂണൽ അപ്പീസ്മെൻറ്റ്, സൗജന്യം, ഇതെല്ലാം തന്നെ വളരെ ഷാലോ പൊളിറ്റിക്സ് ആണ്, വളരെ ഷാലോ പൊളിറ്റിക്സ് ആണ്. അതിനകത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് നോക്കാം. മേ ബി ലൈക്ക് ഒരു കാര്യം വരുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ.